നിങ്ങൾ ആരെയും പേടിക്കുന്നത്? 20-27 വയസ്സിന് ഇടയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം ഞാൻ കുറച്ച് ആളുകളോട് ചോദിച്ചു, നിങ്ങൾ എന്തോ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റീസൺ എന്താ വരുമോ, വീട്ടിൽ നിന്ന് വിടുന്നില്ല. 18 വയസ്സായാൽ തന്നെ വോട്ടർ ഐ ഡി, ലൈസൻസ്, അതുപോലെ തന്നെ കല്യാണം കഴിക്കാനുള്ള പെർമിഷൻ, ഇതൊക്കെ ഒരു ഗവൺമെന്റ് നൽകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഡൽട്ടായി നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി ഉണ്ട് എന്നതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഒരു കുട്ടിയല്ല. പക്ഷെ നമ്മുടെ കേരളത്തിലൊരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ജനിച്ചു വരുന്ന കുട്ടികൾ, എസ്പെഷ്യലി ബോയ്സിന് ഒരു പ്രശ്നമുണ്ട്. അവർ വളരെ ഡിപ്പെൻഡൻ്റ് ആണ്, വളരെ ഡിപ്പെൻഡൻ്റ് ആയാണ് ജീവിക്കുന്നത്. ഇത് കല്യാണം കഴിച്ച പെൺകുട്ടികളോട് ചോദിച്ചാൽ അറിയാം എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ് ഇവിടുത്തെ കേരളത്തിൽ ജനിച്ചു വരുന്ന ആൺകുട്ടികളെന്ന്. സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെക്കുക, അതുപോലെ തന്നെ സ്വന്തം അണ്ടർവെയർ പോലും അലക്കാത്ത ടീംസാണ്. ഇത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നടക്കുക നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികൾ. അവരങ്ങനെ ആ പ്രധാന കാരണം ഒന്ന് അവരുടെ പാരൻസാണ്. 18 വയസ്സ് നമ്മൾ അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു തീർച്ചയായും നമ്മുടെ പാരൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മുടെ കയ്യിലാണുള്ളത്. ഇനി ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ട്രാവൽ ചെയ്യാനുള്ളത്. പിന്നെ അഥവാ നിങ്ങൾ വീട്ടിൽ നിന്ന് വിടുന്നില്ല, റെസ്ട്രിക്ഷൻ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ചെറിയ ചെറിയ യാത്രകൾ ചെയ്തു തുടങ്ങും. നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഡിപ്പെൻഡ് ആയി കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്കോർ ചെയ്യാൻ ചെയ്യുന്നത്. ഞാൻ പറയാം, എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ അത്ര പെട്ടെന്ന് നിങ്ങൾ ട്രാവൽ ചെയ്യുക. ബ്രേക്ക് പാക്കേജിലൂടെ ഫോർ ദ ലൂപ്പ് കണ്ടിന്യൂ. ഈ കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ പാർട്ട് 2 അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.